channel Fin Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4th ചാപ്റ്റർ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിലെ എക്സസൈസ് 4.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് കണ്ടിരുന്നു ഐഡൻറ്റിറ്റീസ് ഒക്കെ കുറേയേറെ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി തരാമോ എന്നുള്ള കമൻ്റ് ആയിരുന്നു. സോ ഉടനെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. എല്ലാ ഐഡൻറ്റിറ്റീസും കൂടി ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ള ഒരു വീഡിയോ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഓക്കെ, അല്ലാതെ ഞാൻ മറന്നിട്ടില്ല. ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പോളിനോമിയൽസ് ചാപ്റ്ററിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണോ പേജ് നമ്പർ ആണോ എന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. എനിക്ക് കുറച്ച് ടൈം തരണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Which one of the following options is true and why? Y is equal to 3x plus 5 has a unique solution, only 2 solutions, and third one infinitely many solutions. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം. ഈ y is equal to 3x plus 5 has ഇതിന്, അതായത് y is equal to 3x plus 5 എന്നുള്ള ആ ഒരു ഈ ഒരു ഇതിന് നമുക്ക് ഈ യൂണിക് സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷനെ കാണുവോ, ഒരൊറ്റ ആൻസറെ കാണുവോ, അതോ ഓൺലി 2 സൊല്യൂഷൻസ് രണ്ടെണ്ണവേ കാണുവോ, അതോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കുറേ സൊല്യൂഷൻസ് കാണുമോ ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് വൈ എന്നും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് റീസൺ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കിക്കേ. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു 3x plus 5 ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ 2 വേരിയബിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് എപ്പോഴും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. മനസ്സിലാവും, ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചോ. ഇപ്പം എക്സിന് ഞാൻ 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം എന്താണ് സൊല്യൂഷൻ കിട്ടുന്നതെന്ന് ചെയ്ത് നോക്കാം. y is equal to 3 into എക്സിന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കണം, 0 അല്ലെ. 3 into 0 plus 5. 3 into 0 എന്താണ് 0, then plus 5 is equal to 5. നമ്മൾ എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്, 5 എന്നാണ് അല്ലേ കിട്ടിയത്. സോ നമുക്ക് ഇവിടെ കിട്ടിയ സൊല്യൂഷൻ 0, 5 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ ഞാൻ എക്സിന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ y is equal to എക്സിന് 1 ആണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണേ. അപ്പൊ നമുക്ക് ചെയ്യാം 3 into 1 plus 5. എന്ത് കിട്ടും, 3 into 1 3 plus 5 is equal to 8. 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എങ്ങനെയാ വാല്യൂ കിട്ടിയത്, 1 എന്നും 8 എന്നും ആണ് നമുക്ക് സൊല്യൂഷൻ നമുക്ക് കിട്ടിയത്. ഇനി ഇതേപോലെ നമ്മൾ എക്സിന് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, y is equal to 3 into എക്സിന്റെ പ്ലേസിൽ നമ്മൾ ഇതേപോലെ 2 ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ 3 into 2 plus 5 that is 6 plus 5 is equal to 11. ഇപ്പൊ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്, 2, 11. കണ്ടോ, അപ്പൊ നമ്മൾ എക്സിന് എന്ത് വാല്യൂ ആണോ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വൈക്ക് വേറൊരു വാല്യൂ കിട്ടും അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ എക്സിന് ഇപ്പൊ നമ്മൾ 3 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. എക്സിന് 4 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താണോ എക്സിന് ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും വൈയുടെ വാല്യൂ വരുന്നത്. അങ്ങനെ ആകുമ്പോ എന്താ പറ്റുന്നത്, നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും അല്ലെ. ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ 0,5 ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ 1,8 ആണ്. മൂന്നാമത്തേനകത്ത് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ 2,11 ആണ്. ഇതേപോലെ നമ്മൾ എക്സിന് ഓരോ നമ്പർ
മാറ്റിയിട്ട് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് വൈക്ക് വേറൊരു വാല്യൂ കിട്ടും. അതിനനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സൊല്യൂഷൻസ് അല്ലേ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും അല്ലെ. സോ നമ്മുടെ ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ്? തേർഡ് വൺ. അപ്പൊ ഇനി അതിന്റെ റീസൺ എഴുതണ്ടേ? നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ആ റീസൺ ഒന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് because എന്താണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്? because every value of x there is a corresponding value of y. Corresponding value of y and vice versa. ഇതിന്റെ മീനിങ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് അല്ലേ. നമ്മൾ കണ്ടു, നമുക്ക് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് കിട്ടും. പറയാൻ പറ്റാത്തിടത്തോളം അത്രയും സൊല്യൂഷൻസ് നമുക്ക് കിട്ടും അല്ലെ. ആൻഡ് ബിക്കോസ് എന്താണ് കാരണം? ഓരോ നമ്മളിപ്പോ എക്സിന് എന്ത് വാല്യൂ ആണോ ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഓരോ വാല്യൂക്ക് അനുസരിച്ചും നമുക്ക് എന്തായിരിക്കും? അതിനനുസരിച്ചായിരിക്കും വൈയുടെ വാല്യൂ കിട്ടുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് എക്സിന് ഓക്കെ 1 എന്ന് ഇട്ട് കൊടുത്ത ടൈമിലാണ് നമുക്ക് വൈക്ക് വാല്യൂ 8 എന്നും പറഞ്ഞ് കിട്ടിയത്. ഓക്കെ, അതേപോലെ നമ്മൾ എക്സിന് 2 എന്ന് കൊടുത്തിട്ട ടൈമിലാണ് നമുക്ക് എന്താണ് വൈക്ക് വാല്യൂ 11 കിട്ടിയത്. കണ്ടോ? അപ്പം ഇതേപോലെ നമ്മൾ 3 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് വാല്യൂ വേറൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ സൊല്യൂഷൻസ് നമുക്ക് ഇങ്ങനെ കുറെ കിട്ടിക്കൊണ്ടേ ഇരിക്കും. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ എക്സിനാണ് വാല്യൂ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്തത്. ഇനി പോലെ തന്നെ നമ്മൾ വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ ആ വൈക്ക് ഇട്ട് കൊടുക്കുന്ന വാല്യൂക്ക് അനുസരിച്ചിട്ടായിരിക്കും കിട്ടുന്നത്. വേണമെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നമ്മൾ എക്സിനല്ലേ വാല്യൂ ഇട്ട് കൊടുത്ത്, ഇതാണ് നമുക്ക് വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് y is equal to 1 എന്ന് എടുത്തു എന്ന് വെച്ചോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 is equal to 3x plus 5. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3xന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ദേ ഈ 5നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പൊ 1 minus 5 is equal to 3x. 1 minus 5 എത്രയാണ്? -4 is equal to 3x. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈസി അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? x is equal to -4/3. കണ്ടോ? വൈയുടെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടിയത്? -4/3. ഓക്കെ, ക്ലിയർ. ഇനി ഇതേപോലെ നമ്മൾ വൈക്ക് വാല്യൂ 2 എന്ന് ഇട്ട് കൊടുത്തു എന്ന് വെച്ചോ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? വേറൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേറൊരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ എക്സിന് ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും വൈയുടെ വാല്യൂ വരുന്നത്. അതേപോലെ തന്നെ തിരിച്ചും വൈയുടെ വാല്യൂ നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇടുന്ന വാല്യൂവിനനുസരിച്ച് ഇവിടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഒത്തിരി സൊല്യൂഷൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് എനി 4 സൊല്യൂഷൻസ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ്. നമുക്ക് ഇവിടെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിന് ഒരു 4 സൊല്യൂഷൻസ് എങ്കിലും നമ്മളെടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എനി 4 സൊല്യൂഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് കമന്റ് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എൻ്റെ ഒത്തിരി താങ്ക്സ് കേട്ടോ. കാരണം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഭയങ്കര ഡൗട്ട് ആയിരിക്കും മനസ്സിൽ. കാരണം എനിക്ക് സംഭവം അറിയാം, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ്. ചില കുട്ടികളാണെങ്കിൽ കമന്റ് ചെയ്യുന്ന ടൈമിൽ മിസ് എനിക്ക് നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാറുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. സോ ഇതേപോലെ കമന്റ് ചെയ്ത് നിങ്ങൾ എനിക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്ന എല്ലാ മക്കൾസിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പൊ 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 7 നമ്മൾ എടുത്തതെങ്കിൽ 4 സൊല്യൂഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ദേ നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാട്ടോ, ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ ഇടുന്ന വാല്യൂ തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വാല്യൂ കൊടുക്കുക, എന്നിട്ട് വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ എക്സിന് 0 കൊടുത്തിരിക്കുകയാണ്. സോ നമുക്ക് ഇത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7. 2 ഇൻറ്റു 0 എന്താണ്? 0. 0 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7. 0 പ്ലസ് വൈ എന്തോ വൈ തന്നെ അല്ലേ? അപ്പൊ വൈ ഇസ് ഈക്വൽ ടു എന്താ ആൻസർ കിട്ടിയത്? 7. സോ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു എന്താണ് എഴുതേണ്ടത്? എപ്പോഴും ശ്രദ്ധിച്ചോണം, സൊല്യൂഷൻ എഴുതുന്ന ടൈമിൽ ആദ്യം എക്സിന്റെ വാല്യൂ വേണം എഴുതാൻ, പിന്നെ വേണം നമ്മൾ വൈയുടെ വാല്യൂ എടുത്ത് എഴുതാനായിട്ട് കേട്ടോ. തിരിച്ചാരും എടുത്ത് എഴുതി വെച്ച് കളയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ കണ്ടെത്തി. ഇനി നമുക്ക് സെക്കൻഡ്. ഇനി നമുക്ക് എക്സിന് എന്ത് ഇട്ട് കൊടുക്കാം? ഞാൻ 1 എന്നാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം, നോ പ്രോബ്ലം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കാം? 1. Then plus y is equal to 7. 2 into 1, 2. Then plus y is equal to 7. Then y is equal to 7. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് വൈയുടെ വാല്യൂ ആണ് അല്ലേ? സോ ഈ വൈയുടെ കൂടെ ആരാ ഉള്ളത്? 2 അല്ലേ? നമുക്ക് ഇവിടെ 2ന് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോയാ? അപ്പുറത്തെ സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യും അല്ലേ? അപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോഴേ ഇവിടെ 2 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സൈഡിൽ പ്ലസ് ഉണ്ട്. അപ്പൊ ഈ ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലസ് സൈൻ എന്തായിട്ട് മാറും? മൈനസ് സൈൻ ആയിട്ട് മാറും. അപ്പൊ y is equal to 7 minus 2, that is 5 അല്ലെ? അപ്പൊ നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ ഇവിടെ കിട്ടിയല്ലോ. സെക്കൻഡ് സൊല്യൂഷൻ എന്താണ് നമുക്ക് കിട്ടിയത്? 1, 5. കണ്ടോ? എക്സിന് 1 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അടുത്ത വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കാവേ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എക്സിന് വേണമെങ്കിൽ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വൈക്ക് നമുക്ക് വാല്യൂ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്താലും നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഇനി വൈക്ക് ഒന്ന് വാല്യൂ ഇട്ട് കൊടുക്കാം. വൈക്ക് 0 എന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് വൈയുടെ വാല്യൂ എന്താണ്? ഞാനിപ്പോ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഞാൻ 0 ഇട്ട് കൊടുത്തു. ഇസ് ഈക്വൽ ടു 7. Then 2x plus 0 എന്താണ്? 2x തന്നെയാണ്. ഇസ് ഈക്വൽ ടു 7. Then x is equal to എങ്ങനെ വരും? 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into x ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈ എക്സിന്റെ കൂടെ ഉള്ള ഈ 2നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോസ് ചെയ്യണം. എന്തിനാ ട്രാൻസ്പോസ് ചെയ്യുന്നത്? നമുക്ക് എക്സിന്റെ വാല്യൂ ആണല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് 2 വേണോ? വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ അതിനപ്പുറത്തെ സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നത്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നു 2x എന്ന് വെച്ചാൽ 2 into x ആണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇൻറ്റു സൈൻ എന്തായിട്ട് മാറും? ഡിവിഷൻ. സോ എങ്ങനെ വരും? ഇവിടെയുള്ള 7 എടുത്ത് നമ്മൾ അതുപോലെ എഴുതുക. ഇൻറ്റു സൈൻ ട്രാൻസ്പോസ് ചെയ്തതുകൊണ്ട് ഡിവിഷൻ ആയിട്ട് മാറി. ആരെയാ നമ്മൾ അപ്പുറത്തോട്ട് പറഞ്ഞു വിട്ടത്? 2നെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം x is equal to 7/2. ക്ലിയർ? അപ്പൊ നമ്മുടെ തേർഡ് സൊല്യൂഷൻ നമുക്ക് എന്താണ് കിട്ടിയത്? എഴുതുമ്പോ ശ്രദ്ധിക്കുക, ആദ്യം എഴുതേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. സോ 7/2. വൈയുടെ വാല്യൂ എന്തായിരുന്നു? 0. കണ്ടോ? ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. മനസ്സിലായോ? ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വൈക്ക് 0 ഇട്ട് കാണിച്ചു എന്നുള്ള, അതായത് നമുക്ക് എക്സിന് വാല്യൂ ഇട്ട് കൊടുത്തും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം, അതേപോലെ വൈക്ക് വാല്യൂ ഇട്ട് കൊടുത്തും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ വൈ തന്നെ എടുക്കണമെന്നില്ല. വീണ്ടും നമുക്ക് എക്സിന് തന്നെ 2 എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഫോർത്ത് സൊല്യൂഷൻ വേണം, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അത് ഞാൻ എക്സിന് തന്നെ വാല്യൂ കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു
2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരും? 2 ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ നമ്മൾ 2 ഇട്ടു പ്ലസ് y ഇസ് ഈക്വൽ ടു 7. 2 2 സാർ എത്രയാണ്? 4 പ്ലസ് y ഇസ് ഈക്വൽ ടു 7. Then y ഇസ് ഈക്വൽ ടു 7. എന്നിട്ട് എന്ത് ചെയ്യണം? വൈയുടെ കൂടെയുള്ള 4നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്കറിയാലോ ഇതെന്താണ്? +4 ആണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -4 ആയിട്ട് മാറും. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 3. സോ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? 4th വൺ എക്സിന്റെ വാല്യൂ 2 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. സോ 2 3 എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ അന്നേരം? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വണ്ണിന്റെ 4 സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തി. നമുക്ക് ഇത് സെക്കൻഡ് പാർട്ട് ചെയ്യാമോ? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. പൈ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9. ഏതെങ്കിലും 4 സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തണം അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 0 എന്ന് വാല്യൂ കൊടുത്ത് നമുക്ക് കണ്ടെത്താം. ഓക്കെ, പൈ എടുക്കുന്നു പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഈസിയാണ് ചെയ്യാന്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? പൈ എക്സ് എന്ന് വെച്ചാൽ പൈ ഇൻറ്റു എക്സ് എന്നാണ്. അപ്പൊ പൈ ഇൻറ്റു എക്സിന്റെ വാല്യൂ എന്താണ് ഇവിടെ? 0. സോ പൈ ഇൻറ്റു 0 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9. പൈ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെ. നമുക്കറിയാലോ ഏത് നമ്പറിന്റെ കൂടെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 തന്നെ ആൻസർ ആയിട്ട് വരുള്ളൂ. സോ പൈ ഇൻറ്റു 0 എന്താ നമുക്ക് കിട്ടുന്നത്? 0 തന്നെ. സോ നമുക്ക് എങ്ങനെ എഴുതാം? 0 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9. 0 പ്ലസ് വൈ എന്താ? y തന്നെ അല്ലേ? 0യുടെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും ആ സെയിം നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ 0 പ്ലസ് y തന്നെ. അപ്പൊ y is equal to 9. നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ ഇവിടെ ഓക്കെ ആയി. എന്താണ് ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടിയത്? 0 9. ഈസി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. അടുത്ത നമുക്ക് x is equal to 1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം? പൈ ഇൻറ്റു എക്സിന്റെ വാല്യൂ എന്താണ്? 1 പ്ലസ് y ഇസ് ഈക്വൽ ടു 9. പൈ ഇൻറ്റു 1 എന്താ കിട്ടുന്നത്? പൈ തന്നെ അല്ലേ? പൈ പ്ലസ് y ഇസ് ഈക്വൽ ടു 9. നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്? വൈയുടെ വാല്യൂ. സോ നമ്മൾ അതുകൊണ്ട് y ഇവിടെ എടുത്ത് എഴുതി. ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ എന്തുണ്ട്? 9. ഞാൻ പറഞ്ഞു വൈയുടെ വാല്യൂ വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിക്കേണ്ടുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? വൈയുടെ കൂടെ ആരാണോ ഉള്ളത് അതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. ഇപ്പുറത്തെ സൈഡ് മീൻസ് ഈക്വൽ സൈനിന് ശേഷം ട്രാൻസ്പോസ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ? സോ നമുക്ക് എങ്ങനെ ചെയ്യാം? പൈനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്തു. അപ്പൊ ഈ പൈയുടെ അടുത്തൊരു സൈൻ ഉണ്ട്. എന്ത് സൈനാ ഉള്ളത്? പ്ലസ് സൈൻ. അപ്പൊ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പ്ലസ് സൈൻ എന്തായിട്ട് മാറും? മൈനസ് സൈൻ. അപ്പൊ നമുക്ക് മൈനസ് എന്താ ഇവിടെ ഉള്ളത്? പൈ. അപ്പൊ വൈയുടെ വാല്യൂ ഇവിടെ എന്താ കിട്ടിയത്? 9 മൈനസ് 5. ഇത്രയേ ഉള്ളൂ സംഭവം. അല്ലെ നിങ്ങൾ പൈയുടെ വാല്യൂ 22/7 ഒന്നും പറഞ്ഞ് ഇട്ട് കൊടുത്ത് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. സോ നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ എന്താണ്? 9 മൈനസ് 5. കണ്ടോ? ഇത്രയുള്ള സംഭവം. സിമ്പിൾ അല്ലേ അപ്പൊ ചെയ്യാനായിട്ട്? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എക്സിന് എന്ത് കൊടുക്കാന്ന് അറിയാം. ഞാൻ 1/π എന്ന് ഇട്ട് കൊടുക്കാം വാല്യൂ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് എക്സിന്റെ വാല്യൂ 1/π എന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാ വൈയുടെ വാല്യൂ വരുന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പൈ എക്സ് ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ പൈ ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 1/π പ്ലസ് y is equal to 9. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി എന്റെ മക്കൾസ് ഒന്ന് നോക്കിക്കേ. ഇവിടെയും പൈ ഉണ്ട്, ഡിനോമിനേറ്ററിലും പൈ ഉണ്ട്. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പൈ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാൻ പറ്റും. കണ്ടോ? അപ്പൊ ഇനി എന്തുണ്ട് ഇവിടെ? ബാലൻസ് ന്യൂമറേറ്ററിൽ 1 ഉണ്ട്. Then plus y is equal to 9. Then y is equal to 9. ഈ 1നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -1 ആയിട്ട് മാറും. 9 - 1 എന്താ കിട്ടിയത്? 8. അപ്പൊ നമ്മുടെ എന്താണ് സൊല്യൂഷൻ? തേർഡ് സൊല്യൂഷൻ എന്താണ് കിട്ടുന്നത്? തേർഡ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എന്താണ്? 1/π. പൈയുടെ വാല്യൂ എന്താണ്? 8. കണ്ടോ? ഇതാണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് എങ്ങനെയുള്ള നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് വൈക്കൊരു വാല്യൂ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈസി ആയിട്ടുള്ളത് ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി.
ഇത് എനിക്കും ഈസി ആയിട്ട് തോന്നി. ഇതേ നോക്കിക്കേ, പൈയും പൈയും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ സുഖമല്ലേ? പിന്നെ എന്താ ബാലൻസ് ഉണ്ടായിരുന്നത് ന്യൂമറേറ്ററിൽ? ഇത് രണ്ടും കട്ടായി പോയി കഴിഞ്ഞപ്പം 1 ഉണ്ടായിരുന്നു, പിന്നെ +y, പിന്നെ =9. ദേ നമ്മൾ അതെടുത്ത് ഇവിടെ എഴുതി. പിന്നെ ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസറും കിട്ടി. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഇട്ട് കൊടുത്ത് അതിനനുസരിച്ച് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ തേർഡ് സൊല്യൂഷൻ ആണ്. നമുക്കിത് ഫോർത്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഫോർത്ത് സൊല്യൂഷന് നമുക്ക് എക്സിന് വാല്യൂ ഇനി എന്തിട്ട് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. x = 3. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് കൊടുക്കാം, എൻ്റെ നമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. പൈ ഇൻറ്റു എക്സിന്റെ വാല്യൂ 3 ആണ്, +y = 9. 3 ഇൻറ്റു പൈ എന്താ കിട്ടുന്നത്? 3π +y = 9. ദെൻ വൈയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുള്ളത്. അപ്പൊ y = എന്തിന്റെ വാല്യൂ ആണോ വേണ്ടുള്ളത് അത് വേണം നമ്മൾ ഇവിടെ എടുത്ത് എഴുതാൻ. ദെൻ = എന്തുണ്ട്? 9 ഉണ്ട്. ഈ 9 എടുത്ത് എഴുതിയതിന് ശേഷം വേണം നമുക്ക് വൈയുടെ കൂടെ ഉള്ളതിനെ ട്രാൻസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചോണം. 3π എന്ന് വെച്ചാൽ എന്താണ്? +3π ആണ് അല്ലെ? സോ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈ പ്ലസ് സൈൻ എന്തായിട്ട് മാറും? മൈനസ് സൈൻ ആയിട്ട് മാറും. സോ -3π. അപ്പൊ വൈയുടെ വാല്യൂ എന്താ കിട്ടിയത്? 9 - 3π. ഇത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ കിടക്കുന്നു ഇനിയും കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ടിരുന്ന് ആരും വിഷമിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്റെ സൊല്യൂഷൻ? ഇത് ഫോർത്ത് സൊല്യൂഷൻ അല്ലേ? അപ്പൊ ഫോർത്ത് സൊല്യൂഷൻ = ആദ്യം എക്സിന്റെ വാല്യൂ ദാറ്റ് ഈസ് 3. ദെൻ വൈയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? 9 - 3π. കണ്ടോ? തീർന്ന സംഭവം. ഇനി നമുക്ക് ലാസ്റ്റ് വൺ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. x = 4y. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കണമല്ലോ. എക്സിന് വേണ്ട, നമുക്ക് വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കാവേ. y = 0 എന്ന് എടുത്തു. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? x = 4 ഇൻറ്റു വൈക്ക് പകരം എന്ത് കൊടുക്കാം? 0. അപ്പൊ 4 × 0 എന്താണ്? 0. സോ എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 0. സോ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് സൊല്യൂഷൻ = ആദ്യം എന്തിന്റെ വാല്യൂ വേണം എടുത്ത് എഴുതാൻ? എക്സിന്റെ വാല്യൂ അല്ലെ? സോ എക്സിന്റെ വാല്യൂ എന്താണ്? 0. ദെൻ വൈയുടെ വാല്യൂ എന്താണ്? 0. കൊള്ളാലോ, വൈക്ക് 0 ഇട്ട് കൊടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ 0 എന്ന് തന്നെ കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ കണ്ടെത്താം. നമുക്ക് വൈക്ക് 1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. x = 4 ഇൻറ്റു വൈയുടെ വാല്യൂ എന്താണ്? 1. 4 × 1 എന്താണ്? 4. സോ നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ അപ്പൊ എങ്ങനെ കിട്ടിയത്? സെക്കൻഡ് സൊല്യൂഷൻ = എക്സിന്റെ വാല്യൂ എന്താണ്? 4. വൈയുടെ വാല്യൂ എന്താണ്? 1. ഓക്കെ, അങ്ങനെ നമ്മൾ സെക്കൻഡ് സൊല്യൂഷനും കണ്ടെത്തി. ഇനി അടുത്ത സൊല്യൂഷൻ നോക്കാം. ഇനി നമുക്ക് വൈക്ക് 2 എന്ന് ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിച്ചോണേ നിങ്ങള്, എക്സിന്റെ വാല്യൂ വേണം ബ്രാക്കറ്റിൽ ഫസ്റ്റ് എടുത്ത് എഴുതാൻ, ദെൻ വൈയുടെ വാല്യൂ കേട്ടോ. അപ്പൊ വൈക്ക് 2 എന്ന് ഇട്ട് കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ എന്താണ്? x = 4y അല്ലെ? അപ്പൊ x = 4 ഇൻറ്റു വൈയുടെ പ്ലേസിൽ എന്താണ്? 2. 4 2s are എത്രയാണ്? 8. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 8. അപ്പൊ നമുക്ക് തേർഡ് സൊല്യൂഷന് വരാം. തേർഡ് സൊല്യൂഷൻ എന്താണ് കിട്ടിയത്? 8 2. ഇത് എഴുതുമ്പോൾ തിരിഞ്ഞു പോയില്ലേ മക്കൾസെ? ഞാൻ എടുത്ത് പറയുന്നുണ്ടേ. ഇങ്ങനെ വൈയുടെ വാല്യൂ ആണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം സ്പീഡിൽ എടുത്ത് എഴുതുമ്പോൾ മിക്ക കുട്ടികൾക്ക് പറ്റുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. നമുക്ക് ഈസി ആണെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് കൂടും. സ്പീഡ് കൂടി കഴിയുമ്പോൾ നമ്മൾ എഴുതുന്ന കാര്യം ശ്രദ്ധിക്കില്ല. പക്ഷെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലുണ്ടല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുകയും ചെയ്യും, ആൻസർ കറക്റ്റ് ആവുകയും ചെയ്യും. പക്ഷേ ഈസി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആണ്, നമ്മൾ സ്പീഡിൽ വെച്ചിട്ട് അങ്ങ് എഴുതി വെക്കും. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും വിട്ടുപോകും, ആൻസർ തെറ്റിയും പോകും. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. ബ്രാക്കറ്റിനുള്ളിൽ ഫസ്റ്റ് എഴുതേണ്ടുള്ളത് എക്സിന്റെ വാല്യൂ ആണ്, നെക്സ്റ്റ് വേണം വൈയുടെ വാല്യൂ എടുത്ത് എഴുതാനാണ്. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോർത്ത് സൊല്യൂഷൻ കണ്ടെത്താം. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? വൈക്ക് 3 എന്ന് കൊടുത്തു. അപ്പൊ x = നമ്മുടെ ഇക്വേഷൻ 4y എന്നാണ്. സോ 4 × 3. 4 × 3 എത്രയാണ്? 12. സോ എക്സിന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? 12. സോ ഫോർത്ത് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം?
ഫോർത്ത് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 12 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. ടേക്ക് ഇറ്റ്. അപ്പൊ 4 സൊല്യൂഷൻസും നമ്മൾ കണ്ടെത്തി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.